ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും അപകടകരമായ 15 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്പർ 15 നൈജീരിയ. അക്രമാസക്തമായ കുറ്റകൃത്യങ്ങളും സായുധ കൊള്ളകളും തട്ടിക്കൊണ്ടുപോകലും കൊണ്ട് പേരുകേട്ട ഒരു നാടാണ് ഇത്. കൂടാതെ സുരക്ഷാപകട സാധ്യതകളും ഇവിടെ കൂടുതലാണ്. നമ്പർ 14 പാകിസ്ഥാൻ. ഭീകരതയും അക്രമങ്ങളും ജാതി മനോഭാവവും എന്നിവ കാരണം പാകിസ്ഥാൻ കാര്യമായ സുരക്ഷാ ഭീഷണികൾ ഉയർത്തുന്നു. സജീവമായ കലാപങ്ങളും ഇടയ്ക്കിടെയുള്ള ചാവേർ ബോംബാക്രമണങ്ങളും ഇവിടെ പതിവാണ്. നമ്പർ 13 വെനസ്വല. വെനിസ്വല ഇപ്പോഴും ഉയർന്ന അപകട സാധ്യതയുള്ള രാജ്യമാണ്. അതിന് കാരണം അവിടുത്തെ അക്രമ കുറ്റകൃത്യങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും ആഭ്യന്തര കലാപങ്ങളും ഒക്കെയാണ്. നമ്പർ 12 കോങ്കോ. കിഴക്കൻ പ്രദേശങ്ങളിലെ സായുധാക്രമം, ഭീകരമായ കുറ്റകൃത്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് എന്നിവ കാരണം ഉയർന്ന അപകട സാധ്യതയുള്ള ഒരു രാജ്യമാണ് ഇത്. നമ്പർ 11 ലിബിയ. ഭരണകൂടങ്ങളുടെ ആക്രമണങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യതക്കുറവും സുരക്ഷയില്ലാത്ത ജീവിതവും ലിബിയയെ ഉയർന്ന അപകട സാധ്യതയുള്ള രാജ്യമാക്കി മാറ്റുന്നു. നമ്പർ 10 ഉക്രൈൻ. ഒരു സജീവ യുദ്ധ മേഖലയായി ഇവിടെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ എന്നിവ കൊണ്ട് ഇവിടം ഭീകര അന്തരീക്ഷമാണ്. കൂടാതെ വ്യോമ പ്രതിരോധ വെല്ലുവിളികളും ഈ നാട് നേരിടുന്നുണ്ട്. നമ്പർ 9 മാലി. സജീവമായ കലാപങ്ങളും GNA, ISS പോലുള്ള ഗ്രൂപ്പുകളിൽ നിന്നുള്ള ഉയർന്ന ഭീകരാക്രമണ ഭീഷണികളും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളും ഈ രാജ്യത്തെ വളരെ ഡേഞ്ചറസ് ആക്കി മാറ്റുന്നു. നമ്പർ 8 സുഡാൻ. 2023 ഏപ്രിലിൽ ആരംഭിച്ച സുഡാനീസ് സായുധ സേനയും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിലുള്ള വിനാശകരമായ ആഭ്യന്തര യുദ്ധം കാരണം ലോകത്തിലെ ഏറ്റവും ഗുരുതരമായ മാനുഷിക സുരക്ഷാ പ്രതിസന്ധികളാണ് സുഡാൻ നേരിടുന്നത്. നമ്പർ 7 സൗത്ത് ആഫ്രിക്ക. ഇവിടെ അക്രമാസക്തമായ കുറ്റകൃത്യങ്ങളും കവർച്ചയും വളരെ കൂടുതലാണ്. കൂടാതെ കൊലപാതകങ്ങളും ദാരിദ്ര്യമായ ഒരു അവസ്ഥയുമാണ് ഇവിടെയുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും ഈ രാജ്യത്തെ വല്ലാതെ ബാധിക്കുന്നു. നമ്പർ 6 ഇറാഖ്. തീവ്രവാദ ഭീഷണി, സായുധ സംഘർഷം, തട്ടിക്കൊണ്ടുപോകൽ, ഇതുകൂടാതെ സൈനിക ആക്രമണങ്ങളും ഇവിടെ കൂടുതലാണ്. കൂടാതെ ഇപ്പോഴും തീവ്രവാദികളുടെ ബോംബാക്രമണങ്ങളും ഭീഷണികളും ജനങ്ങളെ വല്ലാതെ അലട്ടുന്നു. നമ്പർ 5 യമൻ. സജീവമായ ആഭ്യന്തര യുദ്ധം, പ്രാദേശിക സൈനിക വർധനവ്, തട്ടിക്കൊണ്ടുപോകലിന്റെ ഭീഷണി, അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ച എന്നിവ കാരണം ലോകത്തെ ഏറ്റവും അപകടകരമായ രാജ്യങ്ങളിൽ ഒന്നാണ് യമൻ. നമ്പർ 4 സൊമാലിയ. തുടർച്ചയായ സായുധ സംഘടനകൾ, തീവ്രവാദ ഭീഷണികൾ, രാഷ്ട്രീയ അസ്ഥിരത എന്നിവ കാരണം ലോകത്തിലെ ഏറ്റവും ഉയർന്ന അപകട സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് സൊമാലിയ. പതിവായി ബോംബാക്രമണങ്ങളും ഈ രാജ്യത്തിലുണ്ട്. നമ്പർ 3 സുഡാൻ. സുഡാനീസ് സായുധ സേനയും RSFും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധം മൂലം ലോകത്തെ ഏറ്റവും ഗുരുതരമായ മാനുഷിക സുരക്ഷാ പ്രതിസന്ധികളിൽ ഒന്നാണ് സുഡാൻ ഇപ്പോൾ നേരിടുന്നത്. നമ്പർ 2 സിറിയ. സായുധ സംഘർഷം, തീവ്രവാദം, ആഭ്യന്തര കലാപം, തട്ടിക്കൊണ്ടുപോകൽ, അടിസ്ഥാന സൗകര്യങ്ങളുടെ ഗുരുതരമായ നാശം എന്നിവ കാരണം ഈ രാജ്യം വളരെ അപകടകരമാണ്. നമ്പർ 1 അഫ്ഗാനിസ്ഥാൻ. ഇപ്പോഴും നിലനിൽക്കുന്ന തീവ്രവാദം, ഉയർന്ന തോതിലുള്ള അക്രമാസക്തമായ കുറ്റകൃത്യങ്ങൾ, അനിയന്ത്രിതമായ തടങ്കൽ ജീവിതവും കാരണം അഫ്ഗാനിസ്ഥാൻ അങ്ങേയറ്റത്തെ സുരക്ഷാപകട സാധ്യത ഉയർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.